السلام عليكم ورحمة الله وبركاته. اللهم أنت السلام ومنك السلام وإليك يرجع السلام. حينا ربنا بالسلام وادخلنا دار السلام. تباركت ربنا وتعاليت يا ذا الجلال والإكرام. എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണിത്. അല്ലാഹുവേ അന്തസ്സലാം, നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ. വഇലൈക യർജിഉസ്സലാം, നിന്നിലേക്കാണ് എല്ലാ രക്ഷയുടെ മടക്കവും. രക്ഷ എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുണ്ടാവേണ്ട, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട, വ്യാപകമായി അള്ളാഹു താല സൃഷ്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹത്തെയാണ് അഭിവാദനമായി നമ്മൾ പരസ്പരം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഓരോ അഭിവാദനങ്ങളും ഓരോ പ്രാർത്ഥനകളാണ്. ഈ രക്ഷ നമുക്കുണ്ടാകണമെങ്കിൽ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വ്യാപകമായി സലാം പറയുകയും ആ സലാം പറയുന്നതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു ലക്ഷ്യം നമ്മൾ വെക്കുകയും ചെയ്യണം. അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകാൻ, നമ്മൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ അതൊരു നിമിത്തമാകണം എന്നൊരു ലക്ഷ്യം കൂടി നമ്മൾ വെക്കണം. ഈ സലാം പറയുന്നതിൻ്റെ രൂപത്തെക്കുറിച്ചും മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന റജുലൻ ജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഈ സമയത്ത് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശറുൻ, അശറുൻ, 10 പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു. സുമ്മജ ആഖറു, മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാൾ വന്നു. ഫഖാല, അയാൾ പറഞ്ഞു നബിയോട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഒരു റഹ്മത്തുള്ള കൂട്ടി. ആ സമയത്ത് ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇശ്റൂൻ, എത്രണ്ട്? 20 പ്രതിഫലമുണ്ട്. സുമ്മജ ആഖറു, മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരാൾ വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസൂൻ, 30 പ്രതിഫലമുണ്ട്. അപ്പോൾ സലാം പറയുന്നതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്. ഈ ഹദീസ് മഹാനായ തിർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ സലാം പറയുമ്പോൾ ഏറ്റവും പൂർണ്ണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാം, അതിന് 10 പ്രതിഫലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അതിന് 20 പ്രതിഫലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അതിന് 30 പ്രതിഫലം. അഥവാ സലാം, റഹ്മത്ത്, ബർക്കത്ത്, ഇതാണ്. സലാമുണ്ട്, റഹ്മത്തുണ്ട്, ബർക്കത്ത്. നമുക്ക് ഇപ്പോൾ ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ നമ്മൾ പറയണ്ടല്ലോ, റഹ്മത്തും ബർക്കത്തും ഉണ്ടാകട്ടെ എന്ന് പറയല്ലോ. ആ റഹ്മത്തും ബർക്കത്തുമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ സലാം പറയൽ വിശ്വാസികൾക്കിടയിൽ പരസ്പരം സുന്നത്താണെങ്കിലും ഈ സലാം വിശ്വാസികൾക്ക് വേണ്ടി പറയൽ നിർബന്ധമായ ഒരു സന്ദർഭമുണ്ട്. ആ നിർബന്ധമായ സന്ദർഭങ്ങളിലൊക്കെ ആ സലാം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. എവിടെയാണത്? തഹിയ്യാത്തിലാണ് അല്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. അല്ലാഹു തആല ആ സലാമത്തും ആ റഹ്മത്തും ആ ബർക്കത്തും നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.